സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 27, 59, 60 എന്നീ വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. യോസേഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വച്ചിട്ട് പോയി. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസം നാം യേശുവിൻ്റെ ക്രൂശീകരണമാണ് ധ്യാനിച്ചത്. മാനവരാശിയുടെ പാപ പരിഹാര ബലി യേശു ക്രൂശിന്മേൽ മരിച്ചുകൊണ്ട് നിർവഹിക്കുകയായിരുന്നു. ആ അകൃത്യയാഗം അഥവാ ആ പാപയാഗം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ നിവർത്തിച്ചതാണ് എന്നും നാം കണ്ടു. ഇങ്ങനെ യേശു ക്രൂശിന്മേൽ മൂന്നാണിമേൽ തൂങ്ങി തൻ്റെ അവസാനത്തുള്ള രക്തവും ചിന്തിക്കൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു. ഇതാണ് നാം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുവാനിടയായത്. അതിനുശേഷം സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. അന്ന് വൈകുന്നേരം സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ അഥവാ അരിമത്യ എന്ന പട്ടണക്കാരനായ യോസേഫ് എന്ന ധനവാനായൊരു മനുഷ്യൻ, അദ്ദേഹം യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് ക്രൂശിന്മേൽ മരണപ്പെട്ട യേശുവിൻ്റെ ശരീരം ചോദിക്കുവാനിടയായി. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചപ്പോൾ യോസേഫ് ചെന്ന് യേശുവിൻ്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി ഒരു നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് തൻ്റെ ഭവനത്തോടും തൻ്റെ പുരയിടത്തോടും ചേർന്ന് താൻ തന്നെ വെട്ടിച്ചിരുന്ന ഒരു പുതിയ കല്ലറയിൽ വെച്ചു. ആ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി എന്നാണ് നാം കാണുന്നത്. യേശുവിൻ്റെ ശവ സംസ്കാരം നടത്തിയ യോസേഫ് മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി നാം ചെയ്യുവാനുള്ളത് ഒരു നല്ല ശവ സംസ്കാര ശുശ്രൂഷയാണ്. ഇന്ന് ലോകത്തിൽ പലയിടങ്ങളിലും മരണപ്പെട്ടവരുടെ അഥവാ മരിച്ച പ്രിയപ്പെട്ടവരുടെ അടക്കവും അതുപോലെ മരണം പോലും ആഘോഷമാക്കി തീർക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. മരണത്തെയും വിലാപ ഭവനങ്ങളെയും ആഘോഷമാക്കുന്നത് ശരിയല്ല. എന്നാൽ മരിച്ചവർക്ക് സാമാന്യ മര്യാദ അനുസരിച്ചുള്ള ആദരവോടെയുള്ള ഒരു നല്ല ശവസംസ്കാരം അത്യാവശ്യമാണ്. അത് മനസ്സിലാക്കിയ അരിമത്യ എന്ന പട്ടണക്കാരനായ യോസേഫ് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുകയും അദ്ദേഹം അത്
വിട്ടുകൊടുക്കുകയും ചെയ്തു. യോസേഫ് നല്ലൊരു കാര്യമാണ് ചെയ്തത്. തൻ്റെ പുരയിടത്ത്, തൻ്റെ ഭവനത്തിനരികിൽ താൻ വെട്ടിച്ചിരുന്ന ഒരു പുതിയ കല്ലറയിൽ യേശുവിന്, അഥവാ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിന് നല്ലൊരു ശവസംസ്കാരം നടത്തുവാൻ യോസേഫിന് കഴിഞ്ഞു. ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ നാം അവർക്ക് അവസാനമായി ചെയ്യുവാനുള്ള ഒരു നല്ല കാര്യമാണ് ഇവിടെ യോസേഫ് യേശുവിന് വേണ്ടി ചെയ്തതായി നാം കാണുന്നത്. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും മരിച്ചവരെ സംസ്കരിക്കാതെ പുഴയിലും അതുപോലെ പല സ്ഥലങ്ങളിലും വലിച്ചെറിയുന്നവരുണ്ട്. ഇത് ശരിയല്ല. മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇവിടെ നാം വായിച്ച് ധ്യാനിച്ച യോസേഫിനെ പോലെ നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ നൽകുവാൻ നമുക്കും സാധിക്കണം. അങ്ങനെയായാൽ വരുന്ന ആളുകളിൽ നമ്മുടെയും ജീവിതത്തിൽ ഒരു മരണമുണ്ടാകുമ്പോൾ നമുക്കും നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ ലഭിക്കുവാനിടയാവും. കാരണം നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യുമെന്നാണ് വചനം പറയുന്നത്. ആമേൻ, ആമേൻ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാ